welcome back to my channel lensworld. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാർട്ടൂൺ ഫോട്ടോസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമുക്ക് കയറി വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന കാരിക്കേച്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സെർച്ച് ബാറിൽ പോയതിന് ശേഷം കാരിക്കേച്ചർ നിന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നു. ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. വെഡ്ഡിങ് കാരിക്കേച്ചർ നിന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കാരിക്കേച്ചേഴ്സിൻ്റെ ബോഡി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ സിംഗിളായിട്ടുള്ള കാരിക്കേച്ചേഴ്സാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ കുറേ കാരിക്കേച്ചേഴ്സ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചെയ്ത കാരിക്കേച്ചേഴ്സാണ്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് കാരിക്കേച്ചേഴ്സേ ഉള്ളൂ. ഇത് ഞാൻ കാരിക്കേച്ചറിൽ ഇത് ഞാൻ വരച്ചതാണ്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഞാൻ വീണ്ടും ചെയ്തു തരാം. ഗൈസ്, അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഫേസ് റിമൂവ് ചെയ്തിട്ടാണ് വേറെ ഫേസ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഫേസ് റിമൂവ് ചെയ്യാനായിട്ട് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ MIയുടെ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഇറേസറുണ്ട്. നമ്മുടെ ക്യാമറ സെറ്റിങ്സിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഇറേസർ എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഫേസൊക്കെ മായ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫേസൊക്കെ മായ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് ഇനി നമ്മുടെ കാർട്ടൂൺ ഫേസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ ടൂൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്യൂൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വരെ ഡൗൺലോഡ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്യൂൺ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഞാനൊരു പുള്ളിക്കാരൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഫേസിൻ്റെ അവിടെ ഇതുപോലെ ഒരു മാർക്ക് വന്ന് വീണിട്ട് അത് കട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടിക്കും കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ വി ആർ ഡ്രോയിങ് എന്നും പറഞ്ഞാൽ അവർ കാണിക്കും. ഇതിന് ശേഷം ഈ മേളിൽ കാണുന്ന ഇതുപോലെ ഓരോ ഫോട്ടോസും കാർട്ടൂണായി മാറും. അപ്പം നമ്മുടെ ഫോട്ടോ ഇവിടെ കാർട്ടൂണായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ യെല്ലോ കളർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ വൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ അവിടെ നിന്നും ഒരുപാട് ഭാഗം കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ യെല്ലോ ആണ് കൊടുക്കുന്നത്. യെല്ലോ കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിക്സാർട്ടിലാണ്. അപ്പോൾ നമ്മൾ നേരെ പിക്സാർട്ട് ഓപ്പൺ ആക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ കാരിക്കേച്ചർ ചെയ്യാനുള്ള ബോഡി പിക്സാർട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഇതിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ ഫേസ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റ് സൈസിൽ നിന്ന് കൊണ്ട് വെക്കണം. അപ്പോൾ അതിന് മുമ്പിട്ട് ഇതിൻ്റെ ഈ ഷോൾഡറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇറേസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇറേസർ എന്ന ആപ്ലിക്കേഷനല്ല ഈ ഓപ്ഷൻ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡും ഈ വാട്ടർമാർക്കും എല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് വെച്ച് നോക്കാം. ഇപ്പം ഞാൻ ഒരുവിധം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് ഏത് പൊസിഷനിലാണെന്ന് വെച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ടിക്ക് കൊടുക്കുന്നു. ഫോട്ടോ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കാം. ഗൈസ്, ഇപ്പം നമ്മുടെ കാരിക്കേച്ചർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സേവ് ചെയ്യാം. ഇനി ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനും പറ്റും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അറിഞ്ഞുകൊടുത്ത ഫ്രണ്ട്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസ് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വലിയ തലയും ചെറിയ ഇടലുള്ള ഈ കാർട്ടൂൺ സൈസ് ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് വേറെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.